ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കണ്ടുമുട്ടിയത് തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. സോ ബാക്ക് ടു റീഡിംഗ്. നിങ്ങളെ കണ്ടുമുട്ടിയത് തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം ഈ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ. ബിക്കോസ് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണത്. അത് ലവേഴ്സ് തന്നെ ആകണമെന്നില്ല. ഇപ്പൊ ഭാര്യ ഭർത്തൃ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും, ലവേഴ്സ് ആണെങ്കിലും, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വന്നേക്കാം. ഓക്കെ, ഇപ്പൊ എന്നെ കണ്ടുമുട്ടിയത് തെറ്റായിട്ട് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് അല്ലേ. അപ്പൊ അത് ആ ഒരു ഡൗട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സൺ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വരവ്, ഈ പേഴ്സന്റെ ജീവിതത്തിലേക്കുള്ള വരവ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ പേഴ്സൺ മുച്ചോടെ മുടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. പക്ഷെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നല്ലൊരു റൊമാൻറ്റിക് ലൈഫ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പേഴ്സന്റെ മനസ്സെന്ന് പറയുന്നത് വളരെയധികം മുരടിച്ചിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് മേ ബി ഇതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ പേഴ്സണെ ചതിച്ചിട്ടുണ്ടായിരിക്കണം, ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ടായിരിക്കണം, ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചിട്ട് പോലും തിരിച്ചിങ്ങോട്ട് സ്നേഹം ലഭിക്കാത്ത അവസ്ഥ. സോ ഒരുപാട് തവണ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നെഗറ്റിവിറ്റിയിലേക്ക് പോയി. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ റൊമാൻറ്റിക് എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല. ഓക്കെ, ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒന്നും ഇല്ല. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വരവെന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അപ്പോഴും വിചാരിച്ചിരുന്നത്, ഓക്കെ, ഇതും വീണ്ടും ബ്രേക്കപ്പിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇനി ഒരു കെമിസ്ട്രി ബോണ്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അടുപ്പൊന്നും നിങ്ങളായിട്ട് ഇനി ഉണ്ടാവാനൊന്നും പോണില്ല. അത്തരത്തിലുള്ള ഒരു മൈൻഡിലായിരിക്കണം ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാവുന്നത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്ത് വന്നപ്പോൾ ഈ പേഴ്സന്റെ പല വ്യത്യാസങ്ങളും, അതായത് സ്വഭാവത്തിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ, ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഒരു തരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം, അതല്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റിലീജിയൻ പ്രോബ്ലം, ഓക്കെ, ജാതി മത വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ തമ്മിൽ അകന്നു പോയി. ഓക്കെ, നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ അകന്നു പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സണ് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ, നമുക്ക് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ലാസ്റ്റ് 2 കാർഡ്സ് കോർണിക്കോപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതൊരു പോസിറ്റിവിറ്റിനെ തന്നെയാണ്. അതായത് മേ ബി ഈ പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള അപമാനങ്ങളോ അല്ലെങ്കിൽ കളിയാക്കലുകളോ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആകാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നോ നിങ്ങളുടെ പാരൻസിൽ നിന്നോ ഈ പേഴ്സൺ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കളിയാക്കലുകളോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന തരത്തിലോ അത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ ഈ വ്യക്തി അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ശത്രുതേനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സനെ ഒരുപാട് റിപ്പയർ ചെയ്ത് മുന്നോട്ട് എടുക്കാനായിട്ട് സാധിച്ചു. അതായത് ഈ പേഴ്സൺ പല മേഖലകളിലും നല്ല രീതിയിൽ
എന്താണ് പരാജയം സംഭവിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ പേഴ്സണ് പതുക്കെ പതുക്കെ പണിത് റിപ്പയർ ചെയ്ത് ആ കേടായ സ്ഥലങ്ങളൊക്കെ നന്നാക്കി എടുത്ത് ഈ പേഴ്സണെ തന്നെ ഒരു പുതിയ ഒരു 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 പേഴ്സൺ ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ന്യൂ ബർത്ത് ആക്കി മാറ്റാൻ, റീബർത്ത് സംഭവിച്ച് ഒരു പുതിയ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയ മനുഷ്യനാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാനുള്ള ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലായതോടുകൂടി വളരെയധികം ഏഞ്ചൽസിന്റെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് നമുക്ക് മിഡിൽ പോർഷൻ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽസിന്റെ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, ആ ഒരു ബാലൻസിങ് എനർജി, അതായത് നിങ്ങളുടെ വീട്ടുകാർ തമ്മിലായിരിക്കാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അത് ആർക്കും തല്ലിക്കെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പിരിഞ്ഞു എന്ന് പറഞ്ഞ് വരുത്തി തീർത്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാറിയായിരിക്കണം കഴിയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, മനഃപൂർവ്വം നിങ്ങൾ ബ്രേക്കപ്പ് ആക്കിയതായിരിക്കാം. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സണ് എന്തെന്നില്ലാത്ത ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം അഭിവൃദ്ധികൾ, ഓക്കെ, ചിലപ്പോൾ ഈ പേഴ്സൺ ജീവിതത്തോട് ഒരു കാഴ്ചപ്പാടില്ലാതെ, ഒരു ഗൗരവമില്ലാതെയും ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ വന്നതോടുകൂടിയാണ് ഈ പേഴ്സൺ ജീവിതം എന്താണ്, അല്ലെങ്കിൽ പൈസയുടെ വില എന്താണ്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വാല്യൂ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ റിഫ്രഷ്മെന്റിന്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്, നറിഷ്മെന്റ് ആണ്. അതായത് കോർണിക്കോപ്പിയ കാർഡാണ്, അബണ്ടൻസിനെയാണ് സൂചിപ്പിക്കുന്നത്, നിറവിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ലൈഫിൽ ആ ഒരു അനുഗ്രഹത്തിന്റെ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ ഒരു ബാലൻസ് കൊണ്ട് തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ റൊമാൻസ് ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം, ബിക്കോസ് നമുക്കൊരു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെന്തെങ്കിലും ഈ പേഴ്സണെ തരം താഴ്ത്തുന്ന രീതിയിൽ പെരുമാറിപ്പോയപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യപ്രകാരം ഈ പേഴ്സൺ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നതായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണ് ഉയരണം, തോൽപ്പിക്കണം, വിജയിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് പവർ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നേടിയെടുക്കുന്ന ലെവലിലേക്ക് ഈ പേഴ്സൺ വന്നു ചേർന്നു എന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങളാണ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പേഴ്സണ് ശത്രുതയും ഉണ്ട് കേട്ടോ, ദേഷ്യവും ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടായിരിക്കണം. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളോട് ഈ പേഴ്സണ് ദേഷ്യം തോന്നിക്കുന്നുണ്ട്. ബട്ട് ഈ പേഴ്സണ് എത്രത്തോളം ദേഷ്യം തോന്നിച്ചാൽ പോലും ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് ഫാമിലി തന്നെയാണ് വേണ്ടത്, ഒരു കുടുംബ ജീവിതം തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെ കണ്ടുമുട്ടിയത് അബദ്ധമായി പോയോ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോ, ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല. അബദ്ധമല്ല, ഈ പേഴ്സൺ നിങ്ങളെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവ രീതികൾ പ്രകാരം നിങ്ങൾ വിലയിരുത്തണ്ട, അത് ഓരോ വ്യക്തിയുടെയും സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയോട് കൂടി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയോട് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറഞ്ഞാൽ ആ വ്യക്തിക്ക് സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ വീട് വെക്കാനുള്ള ആ ഒരു നെട്ടോട്ടത്തിലായിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാനോ റൊമാൻസ് കാണിക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ആ ഒരു സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ ഈ ഫ്യൂച്ചർ വിലയിരുത്തരുത്. ബിക്കോസ് നിങ്ങളെ കണ്ടുമുട്ടിയത് ഈ പേഴ്സൺ തെറ്റായി പോയോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നെവർ, ഈ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നില്ല. ആൻഡ് ഓൾസോ ഈ പേഴ്സണ് പലതരത്തിലുള്ള ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളും വന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിലൊന്നാണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള നേട്ടങ്ങൾ. രണ്ടാമത്തേത് ഈ പേഴ്സന്റെ പലതരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും ഈ വ്യക്തിക്ക് ഹീല് ചെയ്യാനായിട്ട് സാധിച്ചു.
ഓക്കെ. ദെൻ ഇവിടെ ലോക്കായിട്ട് കിടക്കുന്നത് റൊമാൻസ് ആണ്. അത് ടൈം ആകുമ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറയാം. മെസ്സേജ് ചെയ്താൽ മതി, കോളിങ് വേണ്ട കേട്ടോ. ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.